നമഃശിവായ മക്കളെ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മുടെ ആനുവൽ എക്സാമിൻ്റെ പോർഷൻസൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ ആഴ്ചയും മിസ്സ് റിവിഷനാണ് മക്കൾക്ക് തരുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ റിവിഷനല്ലേ ചെയ്തത്. അപ്പോൾ ഈ ആഴ്ചയും റിവിഷൻ എന്ന് വെച്ചാൽ മിസ്സ് ഒരു പ്രാവശ്യം കൂടെ എടുത്ത ലെസൺ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഇപ്പോൾ രത്നാകർ എന്നുള്ള ലെസണാണ് നമ്മൾ കഴിഞ്ഞ ഇനി പഠിക്കാനുള്ളത്, ഇന്ന് റിവിഷൻ ചെയ്യാനുള്ളത്. ഓക്കെ, പഠിച്ചു കഴിഞ്ഞ ലെസൺ ഇന്ന് റിവിഷൻ ചെയ്യുന്നത് ആ ലെസണാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ലെസൺ എടുക്കുമ്പോൾ അഥവാ ആർക്കെങ്കിലും ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ കേൾക്കാനോ പറ്റിയില്ലെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പം മിസ്സ് മുഴുവനായും എടുക്കുന്നില്ല, അന്നേരം എടുത്തതാണ്. വീഡിയോസ് ഉണ്ടാവും നിങ്ങളെ കയ്യിൽ. ഇപ്പോൾ മിസ്സ് ഒന്ന് ചുരുക്കത്തിൽ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യുക. അതേപോലെ പാഠത്തിലെ എക്സസൈസും. അപ്പോൾ മക്കൾക്ക് ഒന്നുകൂടെ അത് പഠിച്ചതൊക്കെ ഓർമ്മ വരും. ഇപ്പോൾ രത്നാകർ ആരാണെന്നറിയാം അല്ലേ? വാത്മീകി മഹർഷിയുടെ മുൻകാല പേരായിരുന്നു രത്നാകർ എന്നത്. അദ്ദേഹം ഒരു ഡാക്കു ആയിരുന്നു, കൊള്ളക്കാരൻ. അങ്ങനെ അദ്ദേഹം ഒരു മഹാത്മാവായി മാറിയതിനെ പറ്റിയുള്ള ഒരു കഥയാണ് നമ്മളിവിടെ പഠിച്ച രത്നാകർ എന്ന് പറയുന്ന കഥ അല്ലേ? അദ്ദേഹം ഒരു രാക്ഷസനായിരുന്നു, കാട്ടിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു. അദ്ദേഹം വഴി പോകുന്ന ആൾക്കാരൊക്കെ തടഞ്ഞു നിർത്തി അവരുടെ കയ്യിലുള്ള സാധനങ്ങളും പണവും അപഹരിച്ച് അവരെ കൊലപ്പെടുത്തി അങ്ങനെയായിരുന്നു അയാൾ ജീവിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കെ എന്താ സംഭവിച്ചത്? മഹർഷിമാർ അല്ലേ, ഒരു ദിവസം അതിലെ വഴി പോകുന്ന എല്ലാവരെയും ഇയാൾ ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു സന്യാസി അതുവഴി വന്നു. അങ്ങനെ രത്നാകർ ഈ സന്യാസിയെ പിടിച്ച് അദ്ദേഹത്തിനെ കെട്ടിയിട്ട് കൊല്ലാൻ നോക്കിയപ്പോഴാണ് അദ്ദേഹം വളരെ ശാന്തനായിട്ട് യാതൊരു ഭയവും ഇല്ലാതെ പറയാണ്, നീ എന്നെ കൊല്ലുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? എനിക്ക് പാപം കിട്ടും അല്ലേ? ആ പാപം ഒരിക്കലും തന്നെ ആരും തന്നെ വീതിച്ചെടുക്കില്ല. നീ മുഴുവനായും ഒറ്റയ്ക്ക് തീർക്കേണ്ടി വരും. അതുകൊണ്ട് നീ എന്നെ ഉപേക്ഷിക്കൂ, വിടൂ എന്ന് പറഞ്ഞു. അപ്പോൾ രത്നാകറിന് ആശ്ചര്യം ഉണ്ടായി, ഇയാൾക്ക് പേടിയില്ലാത്തത് കൊണ്ട്. പക്ഷെ അയാൾ പറയാണ്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്, അതുകൊണ്ട് എൻ്റെ കുടുംബം ആ പാപം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു. അപ്പോൾ സന്യാസി പറഞ്ഞത്, എന്നാൽ നീ നിൻ്റെ കുടുംബത്തോട് പോയി ചോദിച്ചിട്ട് വാ, അതുവരെ ഞാൻ ഇവിടെ നിൽക്കാമെന്ന്. അങ്ങനെ രത്നാകർ പോയി ചോദിച്ചു അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോട് അല്ലേ? പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ മക്കളോ ആരും തന്നെ അദ്ദേഹത്തിൻ്റെ പാപം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ അദ്ദേഹം നിരാശനായി തിരിച്ച് ഈ സന്യാസിയുടെ അടുത്തെത്തുകയും അതോടെ അദ്ദേഹത്തിന് മനംമാറ്റം ഉണ്ടാവുകയും അദ്ദേഹം ഒരു നല്ല മനുഷ്യനായി മാറുകയാണ് ചെയ്യുന്നത് അല്ലേ? പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? ഈശ്വരനെ സ്മരിച്ചും കൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും അല്ലേ, പുണ്യകർമ്മങ്ങൾ ചെയ്യാനും തുടങ്ങി. അങ്ങനെയാണ് അദ്ദേഹം വാത്മീകി മഹർഷിയായി മാറിയത്. ഇതാണ് രത്നാകറിൻ്റെ കഥ. ഓക്കെ, ഇനി നമുക്ക് ഇതിലുള്ള പാഠപുസ്തകത്തിലുള്ള എക്സസൈസ് നോക്കാം. ഒന്നാമത്തേത്, ഈ ലെസണിൽ ആദ്യമായിട്ട് വരുന്നത് എന്താണ്? സമാനാർത്ഥി ശബ്ദ്. ഓക്കെ, സമാനാർത്ഥി ശബ്ദ് ലിഖിയേ. വന് എന്താണ്? ജംഗൽ അല്ലേ? വന് ജംഗൽ. സന്യാസി സാധു. അജ്ഞാൻ അബോധ്. പിന്നെയോ സംസർഗ് സംഗതി. ഓക്കെ, ഹോഷ് സുധ്. ഇത്രയും കാര്യങ്ങൾ മക്കൾ ഓൾറെഡി എഴുതിയതാണ്. അതുകൊണ്ട് എഴുതാത്തവരുണ്ടെങ്കിൽ, ആരെങ്കിലും അഥവാ എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതുക. എഴുതിയവരിൽ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ മിസ്സ് വായിക്കുമ്പോൾ നോട്ട്ബുക്ക് തുറന്ന് വെക്കുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതിയ നോട്ട്ബുക്ക് മുന്നിൽ തുറന്ന് വെച്ചിട്ട് വേണം ശ്രദ്ധിക്കാൻ. ഓക്കെ, എല്ലാവരും നോട്ട്ബുക്ക് എടുക്കുക. നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതിയത് എടുത്ത് മിസ്സ് വായിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക, ഒപ്പം വായിച്ചു നോക്കുക. അടുത്തത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്.
കഹാനി കെ ആധാർ പർ നിമ്നാങ്കിത് പ്രശ്നോ കെ ഉത്തർ ലിഖേ. കഥയെ അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എഴുതാൻ അല്ലേ. ഫസ്റ്റ് വൺ, രത്നാകർ അപ്നെ പരിവാർ കാ പാലൻ പോഷൻ കൈസെ കർത്താ ഥാ. രത്നാകർ തൻ്റെ കുടുംബത്തെ എങ്ങനെയാണ് നോക്കി പരിപാലിച്ച് പോന്നിരുന്നത് അല്ലേ. ആൻസർ എന്താണ്? രത്നാകർ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പരിപാലിച്ച് പോന്നിരുന്നതെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. മക്കൾ പഠിച്ചു കഴിഞ്ഞില്ലേ? ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? രത്നാകർ അപ്നെ പരിവാർ കാ പാലൻ പോഷൻ കൈസെ കർത്താ ഥാ. അതാണ് ക്വസ്റ്റ്യൻ. ആൻസർ രത്നാകർ ലോഗോं से धन और चीज़ें छीनता था. രത്നാകർ ആൾക്കാരിൽ നിന്നും പണവും പൈസയും ഒക്കെ പിന്നെ സാധനങ്ങളും ഒക്കെ തട്ടിപ്പറിക്കുമായിരുന്നു അല്ലേ. കഭി കഭി ഉസ്കോ മാർത്താ ഭി ഥി. അങ്ങനെ ചിലപ്പം അവരെ കൊല്ലേണ്ട അവസരങ്ങളിൽ അവരെ കൊന്നു കളയുകയും ചെയ്യുമായിരുന്നു. ഇസി സെ അപ്നെ പരിവാർ കാ പാലൻ പോഷൻ കർത്താ ഥാ. ഇതിനെ കൊണ്ടാണ് അദ്ദേഹം തൻ്റെ വീട്ടിനെ നോക്കി സംരക്ഷിച്ചിരുന്നത്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സാധുവിനെ രത്നാകർ സെ ക്യാ കഹ. സാധു അല്ലെങ്കിൽ സന്യാസി രത്നാകറിനോട് എന്താണ് പറഞ്ഞത്? ആൻസർ സാധുവിനെ രത്നാകർ സെ കഹ അല്ലേ. അതുവരെ ക്വസ്റ്റ്യനാണ്. സാധു തൻ്റെ എന്താണ് സാധുവിനെ രത്നാകർ സെ ക്യാ കഹ. സാധുവിനെ രത്നാകർ സെ കഹ. സാധു രത്നാകറിനോട് പറഞ്ഞു, തും മുझे ക്യോं മാർത്തേ ഹോ. നീ എന്തിനാണ് എന്നെ കൊല്ലുന്നത്? മത് മാറോ, എന്നെ കൊല്ലരുത്. മാർനേ സെ തുമേ പാപ് മിലേഗ. എന്നെ കൊന്നാൽ, പ്രത്യേകിച്ച് ബ്രാഹ്മിൺസിനെ കൊന്നാൽ പാപം കിട്ടുമെന്നാണ് പണ്ടത്തെ വിശ്വാസം. പിന്നെയോ വോ പാപ് കോയി നഹി ബാണ്ടേഗ. ഇനി ആ പാപം ആരും തന്നെ വേർതിരിച്ച് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തെടുക്കില്ല. പിന്നെയോ ഏക്കാം തും ഛോടുതോ. അതുകൊണ്ട് തന്നെ ഈ ജോലി നീ ഉപേക്ഷിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലേ. സാധു രത്നാകറിനോട് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, രത്നാകർ ക്യോं ഡർ ഗയ. രത്നാകർ ക്യോं ഡർ ഗയ. രത്നാകർ എന്തുകൊണ്ടാണ് പേടിച്ച് പോയത് അല്ലേ. പേടിച്ച് വരച്ചത് എന്തുകൊണ്ടാണ്? രത്നാകർ ക്യോं ഡർ ഗയ. ആൻസർ സാധു നിഡർ ഹോക്കർ രത്നാകർ സെ ബോൾ രഹാ ഥാ. ആ സന്യാസി ആരെയും പേടിക്കാതെ അല്ലെങ്കിൽ രത്നാകറിനെ അയാളോട് യാതൊരു ഭയവും ഇല്ലാതെ അവിടെ തന്നെ നിന്നത് കണ്ടപ്പോഴാണ് രത്നാകറിന് എന്തുണ്ടായത്? പേടിയുണ്ടായതല്ലേ. സന്യാസി ആരെയും പേടിക്കാത്ത ഒരു സന്യാസിയായിരുന്നു. അപ്പോൾ യാതൊരു ഭയവും ഇല്ലാതെ അയാൾ രത്നാകറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് രത്നാകറിന് പേടി തോന്നിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാപ് ബാंटने के बारे में രത്നാകർ के पिता ने क्या कहा. പാപം എല്ലാവരും എന്താണ് വേർതിരിച്ചെടുക്കണം എന്ന് പറഞ്ഞില്ലേ, എന്താ ഡിവൈഡ് ചെയ്തെടുക്കണം എന്ന്. അപ്പോൾ പാപ് ബാंटने के बारे में രത്നാകർ के पिता ने क्या कहा. ആ പാപം ഓരോരുത്തരും വീതിച്ചെടുക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ രത്നാകറിൻ്റെ അച്ഛൻ എന്താണ് പറഞ്ഞത്? പിന്നെയോ ക്യാ കഹ. അതാണ് ക്വസ്റ്റ്യൻ അല്ലേ. ആൻസർ രത്നാകർ കെ പിതാനെ കഹ. രത്നാകറിൻ്റെ അച്ഛൻ പറഞ്ഞു എന്തെന്നാൽ, മേനെ പാൽ പോസ്കർ തുംകോ ബഡാക്കിയ. ഞാൻ നിന്നെ ഇതേപോലെ നോക്കി അല്ലേ ഭക്ഷണമൊക്കെ തന്നിട്ടാണ് നിന്നെ ഇത്രേ വളർത്തിയത്. അപ്പോൾ മേ ബൂഢാ ഹോ ഗയാ ഹോ. ഇപ്പോൾ ഞാൻ വയസ്സനായി. മേരാ സംരക്ഷൺ കർണ തുമാരാ കർത്തവ്യ ഹേ. എന്നെ സംരക്ഷിക്കുക എന്നുള്ളത് നിൻ്റെ കർത്തവ്യമാണ്. അത് നമ്മുടെ സംസ്കാരം കൂടിയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് മേ പുണ്യ ഹി ലൂങ്ക പാപ് ക്യോं ലൂ. ഞാൻ പുണ്യം തന്നെയാണ് ചെയ്യുന്നത്, പാപം ചെയ്യില്ല എന്ന്. നെക്സ്റ്റ്, ഞാൻ പുണ്യം തന്നെ ഏറ്റെടുക്കും, പാപം ഏറ്റെടുക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, രത്നാകർ കാ നാം വാൽമീകി കൈസേ പട. രത്നാകറിൻ്റെ പേര് വാൽമീകി എന്നെങ്ങനെ ആയി മാറി? ആൻസർ സാധു കി സംഗതി സെ രത്നാകർ മഹാത്മാ ബൻ ഗയ. ആ സന്യാസിയുടെ ആ നന്മ കൊണ്ട് അല്ലെങ്കിൽ സന്യാസിയുടെ
സംഗതി കൂട്ടുകെട്ടുകൊണ്ട് രത്നാകർ നല്ല മഹാത്മാവായി മാറി. വ ഉസീ ദിൻ സെ ഈശ്വർ കെ ധ്യാൻ മേ മഗ്ന രഹത്തെ थे. ആ ദിവസം മുതൽ അദ്ദേഹം ഈശ്വര ധ്യാനത്തിൽ മഗ്നനായി ഇരിക്കുമായിരുന്നു. ഉസ്കെ ശരീർ മേ ദീമക് ലഗ് ഗയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ദീമക് പുറ്റ് അല്ലേ വന്ന് നിറഞ്ഞു. ലേക്കിൻ ഉസ്കി കോയി കുച്ച് സുധ് നഥി. പക്ഷേ അദ്ദേഹത്തിന് അതിനെപ്പറ്റിയൊന്നും അറിവില്ലായിരുന്നു. ദീമക് കോ സംസ്കൃത മേ വാത്മീകി കഹത്തെ ഹെ. ദീമക് സംസ്കൃതത്തിൽ വാത്മീകി എന്നാണ് പറയുന്നത്. ഇസി കെ ബാദ് ഉസ്കാന വാത്മീകി ബന പട. അങ്ങനെയാണ് അദ്ദേഹത്തിന് പിന്നീട് വാത്മീകി എന്ന പേര് കിട്ടിയത് അല്ലേ. ഇനി അടുത്തത് ഘടനാക്രമമാണ്. അത് ക്രമത്തിൽ എഴുതാനാണ്. ഒന്നാമത്തത് ഏതാണ് വരുന്നത്? ഡാക്കു ने साधु को पकड़ा. सेकेंड वन हाथ पैर बांधकर मारने लगा. हाथ पैर बांधकर मारने लगा. थर्ड वन साधु शांत खड़ा रहा. ले साधु शांत खड़ा रहा. नेक्स्ट उन्होंने पाप कर्म छोड़ने का उपदेश दिया. उन्होंने पाप कर्म छोड़ने का उपदेश दिया. लास्ट वन लेकिन डाकू तैयार नहीं हुआ. ओके लेकिन डाकू तैयार नहीं हुआ. ഓക്കെ നെക്സ്റ്റ് ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് വിപരീത ശബ്ദ് എന്ന് പറയുന്നത്. ശാന്ത് ഓപ്പോസിറ്റ് അശാന്ത്. ശാന്ത് അശാന്ത്. പാപ് പുണ്യ. ഓക്കെ പാപ് പുണ്യ. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് വാർത്താലാപ് കി പൂർത്തി. വാർത്താലാപ് കി പൂർത്തി എന്ന് പറയുമ്പോൾ അവിടെ കോളം തന്നിട്ടുണ്ട്, എന്നിട്ടോ അവിടെ ഫില്ല് ചെയ്യാനാണ് തന്നിരിക്കുന്നത് അല്ലേ. ഒന്ന് രണ്ട് കാര്യങ്ങൾ അവർ പറയുന്നതായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അതുകൂടാതെ എന്താണ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ലിസൺ. ഒന്നാമത്തത് സരിത. നമസ്തേ നാൻസി. നാൻസിയും സരിതയും തമ്മിലുള്ള സംഭാഷണമാണ്. നാൻസി നമസ്തേ. പിന്നെ എന്താ പറയുന്നത്, അവിടെ ഫില്ല് ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ എന്ത് പറയണം? മക്കളെ എഴുതി വെച്ചിട്ടില്ലേ? സരിത എന്താ പറയുന്നത്? എവിടെയെങ്കിലും പോകുന്നതായിട്ട് പറയണം അല്ലേ. നമസ്തേ പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ പറയാണ് നമസ്തേ തും കഹാ ഗയി ഥി. നമസ്തേ തും കഹാ ഗയി ഥി. ദെൻ നെക്സ്റ്റ് സരിത മേ ചാച്ചി കെ ഘർ ഗയി ഥി. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ വീട്ടിലുള്ള മേ ചാച്ചി കെ ഘർ ഗയി ഥി അല്ലേ. അപ്പോൾ ചാച്ചിയുടെ വീട്ടിൽ പോയിരുന്നു എന്നാണ്. അപ്പോൾ നാൻസി ചാച്ചി കാ ഘർ കഹാ ഹേ. ചാച്ചിയുടെ വീട് എവിടെയാണ് എന്നാണ് ചോദിക്കേണ്ടത് അല്ലേ. അപ്പം സരിത ഭോപ്പാലിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബാക്കി സരിത വീണ്ടും ഒരു സെൻറ്റൻസ് കൂടെ പറയണം അല്ലേ. നാൻസി തും കൈസി ഹോ. അതാണ് നമ്മളോട് ഇങ്ങോട്ട് പരിചയപ്പെടുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ചോദിക്കും, നീ എങ്ങനെ ഇരിക്കുന്നു നാൻസി. തും കൈസി ഹോ. ആൻസർ നാൻസി മേ ടീക്ക് ഹൂം. മേ ടീക്ക് ഹൂം. അപ്പോൾ സരിത പറയാണ് തും കഹാൻ ജാ രഹി ഹോ. നാൻസി മേ ദുകാൻ ജാ രഹി ഹോ. ഇതാണ് നിങ്ങളുടെ വാർത്താലാപ് കി പൂർത്തി എന്ന് പറയുന്നത്. ഓക്കെ സോ ഈ ലെസണിൽ ഇത്ര മാത്രം കാര്യങ്ങളേ ഉള്ളൂ. ഇത് നന്നായി മക്കൾ പഠിക്കണം. ഓക്കെ നമഃശിവായ.